ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഹലോ. ഹലോ, കേൾക്കാം മാം. കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്. പിന്നെ വീണ്ടും നമ്മളുടെ വെബിനാർ സീരീസിലേക്ക്, ഐവിസിന്റെ വെബിനാർ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണം. നമ്മളുടെ മണി മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ കേട്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ആ ഒരു പണം ഇടപാടുകൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ് വിഭാഗത്തിൽ മാർക്കറ്റിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് സാദിഖ് സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ചെറിയൊരു ഔട്ട്ലൈൻ പോലെ അറിയാവുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പണ ഇടപാടുകൾ, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു 10 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു ഡ്രസ്സ് മേടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു കോസ്മെറ്റിക് ഐറ്റം മേടിച്ചു കളയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അടുത്തൊരു ദിവസം ഒരു പനി വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതും ഉപകാരപ്പെടുമായിരുന്നു എന്ന് ചിന്തിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ചിന്തയിലൂടെ പോയിട്ടുണ്ട്. അതൊന്ന് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സതീഷ് സാർ നമ്മളോട് കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ ഐവിസ് കുടുംബത്തിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു. സാർ. ഞാൻ ഓഡിയൻസ് എന്ന് വിചാരിച്ചിരുന്നത് സ്കൂളിൽ അധികം പേര് മുതിർന്നവരാണ്. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്ത കോണ്ടന്റ് കൊച്ചു കുട്ടികൾക്കുള്ളതാണ്. ഞാനിത് റിലേറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. അപ്പോ നമുക്ക് തുടങ്ങാലോ അല്ലേ? അതെ അതെ, തുടങ്ങി. സോ ഈ മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സ്കില്ലും പോലെ, അല്ലെങ്കിൽ നമ്മൾ വളരെ ചെറുപ്പത്തിലെ അക്വയർ ചെയ്തു വരുന്ന ഏതൊരു മാനേഴ്സും പോലെ നമ്മളിലേക്ക് ഇൻജക്റ്റഡ് ആവേണ്ട ഒന്നാണ്. നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ, നമ്മൾ ഈ 1ാം ക്ലാസ് മുതൽ +2 കഴിഞ്ഞ് അണ്ടർ ഗ്രാഡ്സ്, മാസ്റ്റേഴ്സ്, പിന്നെ അത് കഴിഞ്ഞ് തുടർന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ലക്ഷ്യം അൾട്ടിമേറ്റ് വെൽബീയിങ് എന്നുള്ളതാണ്. ഈ വെൽബീയിങ് എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ കൺസ്ട്രക്ട് ആണ്. സോ വെൽബീയിങ്ങിന് വ്യത്യസ്തമായിട്ടുള്ള പല സെക്കൻഡ് ഓർഡർ കൺസ്ട്രക്റ്റുകൾ ചേർന്നിട്ടുള്ള ഒരു ഹയർ ഓർഡർ കൺസ്ട്രക്ട് ആണ് വെൽബീയിങ് എന്ന് പറയുന്നത്. അതിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ട് ആണ് ഫൈനാൻഷ്യൽ വെൽബീയിങ്. ഈ ഫൈനാൻഷ്യൽ വെൽബീയിങ് എന്തെന്ന് വരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അതിനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെലവഴിക്കുകയും അതിൽ നിന്ന് മെച്ചം പിടിച്ച് സേവ് ചെയ്യുകയും സേവ് ചെയ്യുന്നതിൽ നിന്ന് നല്ലൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് അവിടെ ആ ഒരു സൈക്കിളിൽ ഒരു എഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് ഫൈനാൻഷ്യൽ വെൽബീയിങ് ഉണ്ടാകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ കരിക്കുലത്തിലും മണി മാനേജ്മെന്റിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ പലരും ഇങ്ങനെ ഒരു സജഷൻസ് ആ ഡ്രാഫ്റ്റ് റിനോവേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വെച്ചിരുന്നെങ്കിലും NEP-യിൽ ഇതിനെ കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല, മണി മാനേജ്മെന്റിനെ കുറിച്ച്. എന്നാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് പണം സമ്പാദിക്കുക, അതനുസരിച്ച് അത് വെൽബീയിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ കരിക്കുലത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിൽ അത് എന്തുകൊണ്ട് ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് മണി മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ കഴിയണമെന്നില്ല. അതൊരു സ്കില്ലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ടേബിൾ മാനേഴ്സ്. നമ്മൾ ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറുപ്പകാലം തൊട്ട് അല്ലെങ്കിൽ കുറച്ച് നാളെടുത്ത് ട്രെയിൻ ചെയ്ത് വരേണ്ട ഒരു സംഭവമാണ്. നമുക്ക് അതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ആ ഒരു ബിഹേവിയർ നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു ഔട്ട്ലൈൻ ഇതാണ്: എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെയാണ് ഈ മണി സേവ് ചെയ്യാനുള്ളത്, അതായത് നമ്മുടെ മണി സേവിങ് ഹാബിറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, വിവിധങ്ങളായ ഇൻവെസ്റ്റ്മെന്റ് ടൂൾസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ടൂൾസിൽ എത്ര റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് നോക്കാം. നമ്മൾ പലപ്പോഴും പല സിനിമകളിലും നമ്മൾ കാണുന്ന നമ്മുടെ സിനിമകൾ നമ്മുടെ സൊസൈറ്റിയെ ഒരുപാട്
സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മളിപ്പോ കാണുന്ന വയലൻസ് ആയാലും ഡ്രഗ് യൂസേജ് ആയാലും മറ്റു തരത്തിലുള്ള അബ്യൂസുകളായാലും ഒക്കെ സിനിമകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുപോലെ നമ്മളൊരു കോമൺ മലയാള സിനിമകളിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമകളിലെ തന്നെ ഒരു കോമൺ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ അവരെയൊക്കെ പിശുക്കന്മാരായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് നമ്മുടെ സിനിമകളിലെ ഒരു സ്ഥിരം രീതിയാണ്. ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് പഴയ കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ മുതിർന്നവരൊക്കെ ചെയ്തിരുന്ന ഈ പേഴ്സണൽ ബഡ്ജറ്റിംഗ് എന്നുള്ള സാധനം നമ്മൾ പാടെ വിട്ടു കളഞ്ഞു. ഇപ്പൊ പേഴ്സണൽ ബഡ്ജറ്റിംഗ് എന്നൊന്നും ആയിരുന്നില്ല പണ്ട് കാലത്തുള്ളവർ പറഞ്ഞിരുന്നതെങ്കിലും അവർ ചെയ്തിരുന്നത് ഒരു തരം ബഡ്ജറ്റിംഗ് ആയിരുന്നു. നമ്മളത് തീരെ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കയ്യിലേക്ക് സാലറി വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മളിലേക്ക് വരുന്നു, നമ്മൾ അതിനെ ചെലവഴിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വരവും ചെലവോ അങ്ങനെ ഒന്നും നമ്മൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുന്നില്ല. ഇത് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത്, എഴുതി സൂക്ഷിക്കുന്ന, അതായത് ബഡ്ജറ്റിംഗ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നവരിൽ അത് ഫോളോ ചെയ്യാത്തവരുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ 80% മണി മാനേജ്മെന്റിൽ എഫിഷ്യൻസി ഉണ്ട് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് എഴുതി സൂക്ഷിക്കുക, വരവും ചിലവും എഴുതി സൂക്ഷിക്കുക. അതിന് ചില മാനദണ്ഡങ്ങളും കൂടിയുണ്ട്. അതൊരു ബഡ്ജറ്റിംഗ് പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് തന്നെ പോകുക എന്നുള്ളതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻകം എസ്റ്റിമേഷൻ ആണ്. നമുക്ക് എത്ര ഇൻകം ഒരു മാസം വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. ഈ ഇൻകം എത്രയാണെന്ന് റെക്കോർഡിക്കലായിട്ട് എഴുതുക. അതിന്റെ കൂടെ തന്നെ എക്സ്പെൻസ് ലിസ്റ്റ് ചെയ്യുക. നമുക്ക് പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവാം. ഇപ്പൊ ദൈനംദിന ചെലവുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഉണ്ടാകുന്ന ചെലവുകൾ ഉണ്ടാകാം, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ഒക്കെ ചെലവുകൾ നമുക്കുണ്ടാകാം. ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന ചെലവുകൾ എന്നുള്ള രീതിയിലൊരു എക്സ്പെൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ശേഷം അലോക്കേറ്റ് ചെയ്യുക. എത്ര എന്റെ ഇൻകത്തിൽ നിന്ന് എത്ര എക്സ്പെൻസിലേക്ക് പോകണം, എത്ര ഇന്ന എക്സ്പെൻസിലേക്ക് പോകണം, എത്ര എമർജൻസി ഫണ്ടിലേക്ക് പോകണം എന്നുള്ളൊരു അലോക്കേഷൻ ഉണ്ടാവുക. ശേഷം നമ്മുടെ ഈ വരവും ചിലവും നമ്മൾ റെക്കോർഡിക്കലാക്കുക, അല്ലെങ്കിൽ അത് എഴുതി വെക്കുക. ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെ നമുക്കൊരു ഡയറി കൊണ്ടു കിടക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പോക്കറ്റ് ഡയറി കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പ്രാവർത്തികമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല. ഇപ്പൊ പലപ്പോഴും പണ്ട് കാലത്തൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു പേന കൈ കരുതും. ഇന്ന് പേന കൈ കരുതുക എന്ന് പറയുന്നത് ഓഫീസുകളിൽ പോലും നമുക്കത് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഓഫീസിൽ പലരും വരുമ്പോൾ സൈൻ ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പേനയ്ക്ക് വേണ്ടി നമ്മൾ തപ്പാറുണ്ട്. കാര്യം നമ്മൾ പേനയും പേപ്പറും ഒക്കെ നമ്മൾ ഒരുപാട് അകന്നുപോയി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പോക്കറ്റ് ഗാർഡ് പോലെയുള്ള പല ബഡ്ജറ്റിംഗ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ നിലവിലുണ്ട്. ഇത് ഈ പോക്കറ്റ് ഗാർഡ് പോലെ, അല്ലെങ്കിൽ YNB പോലെ, യൂണിറ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു YNB എന്ന് പറഞ്ഞൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളുടെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഭൂരിഭാഗം ട്രാൻസാക്ഷനുകൾ നടത്തുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള UPI ആപ്ലിക്കേഷനുകൾ കൂടിയാണ്. അപ്പൊ ഈ UPI ട്രാൻസാക്ഷനുകളെ അനലൈസ് ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ വരവും ചിലവും, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുമ്പോൾ നമുക്കൊരു SMS കിട്ടുമല്ലോ. അപ്പൊ അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ വരവും നമ്മുടെ UPI ട്രാൻസാക്ഷനുകളെ അനലൈസ് ചെയ്തുകൊണ്ട് ചിലവും ഇത് നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തരംതിരിക്കും. ഇനി അതല്ലെങ്കിൽ വേറെയും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ iOS ആപ്ലിക്കേഷനുകൾ നമുക്ക് മാനുവലായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിലവിലുണ്ട്. അപ്പൊ അടുത്തതായിട്ട് ചെയ്യേണ്ടത് അലോക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വരവും ചിലവും എഴുതി വെക്കുക. ശേഷം മോണിറ്റർ ചെയ്യുക. നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെലവുകൾ വരുത്തുന്നുണ്ടോ എന്നതൊരു മോണിറ്റർ ചെയ്യുക. ഈ മോണിറ്ററിംഗ് പ്രോസസ്സിൽ നമ്മൾ കണ്ടെത്തുകയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപാകതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ വരവും ചെലവ് എഴുതി സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഈ മേഖലയിൽ അല്ലെങ്കിൽ മണി മാനേജ്മെന്റിലെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ബഡ്ജറ്റിംഗ് ചെയ്യുകയാണ്. അപ്പൊ ഇതിലൊരു ഈ എക്സ്പെൻസ് ലിസ്റ്റിംഗ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ എക്സ്പെൻസ് ലിസ്റ്റിംഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, നമ്മൾ മുൻകൂട്ടി ചെലവഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും. ഉദാഹരണത്തിന് നമുക്കൊരു
ഒരു വിവാഹമുണ്ട്, അപ്പൊ അതിന് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം വീട്ടിൽ തീർന്നു പോയി അത് നമുക്ക് വാങ്ങിക്കണം. ഇങ്ങനെ കുറെ ഒരു പ്ലാൻ ബേസ്ഡ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്ലാനിനെ തകിടം മറിക്കാൻ പറ്റുന്ന ഒരു വില്ലനാണ് ഇമ്പൾസ് പർച്ചേസസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് പർച്ചേസസ് എന്ന പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇമ്പൾസ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കുകയാണ്. അതായത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ പെട്ടെന്നൊരു കാര്യം വാങ്ങിക്കുകയാണ്. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേഷനറി കടയിൽ അല്ലെങ്കിൽ പലചരക്ക് വ്യാപാരം നടത്തുന്ന ഒരു കടയിൽ പോവുകയാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 1 കിലോ പഞ്ചസാരയും 1 കവർ ഉപ്പും വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നെസ്ലെ മാഗി 20% ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു. അതിനൊരു ഹോർഡിങ് നിങ്ങൾ കാണുന്നു. ഓ, ഡിസ്കൗണ്ട് ഉണ്ട്, ഇപ്പൊ വാങ്ങിച്ചില്ലെങ്കിൽ ഇനി പിന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കുന്നു. അപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, നമുക്ക് ഇങ്ങനെ ഒരു പർച്ചേസിന് നമുക്കൊരു ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ സിറ്റുവേഷണലായിട്ടുള്ള ചില ക്യൂസ് കാരണമായിട്ട് നമ്മളത് വാങ്ങിക്കുന്നു. ഇത് നമ്മുടെ ഒരു മാസത്തെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കാൻ പറ്റും. ഇത് ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് ഷോപ്പിംഗ് അഡിക്ഷനിലേക്ക് വരെ പോകാം. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ഇമോഷണൽ ഇൻഫ്ലുവൻസ്, ചിലപ്പോ എക്സൈറ്റ്മെന്റ്, ചില സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ചെല്ലുമ്പോൾ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമോഷൻസ്, മോറൽ എലിവേഷൻ പോലെയുള്ള ഇമോഷൻസ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതിന് വശംവദരായിക്കൊണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൊമോഷൻസ്, ചിലപ്പോൾ നമ്മുടെ ഈ മാർക്കറ്റിംഗിൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെർമിനോളജി ഉണ്ട്. അതായത് ഫോമോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഉൽപ്പന്നം ഇന്നും കൂടിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം 10 ആകെ ഞങ്ങളുടെ ഉള്ളത്, 10 വിറ്റ് കഴിഞ്ഞാൽ ഇനിയില്ല. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കാണും 4 ലെഫ്റ്റ് അല്ലെങ്കിൽ 3 ലെഫ്റ്റ്. ഇത് നമ്മുടെ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. ഈ സൈക്കോളജിക്കൽ ഫിനോമിനയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളും മാർക്കറ്റേഴ്സ് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പൾസ് പർച്ചേസ് കൂട്ടുക എന്നുള്ളത്. അതിന് മറ്റൊരു ഉദാഹരണമാണ് റീറ്റെയിൽ എൻവയോൺമെന്റ്. നമ്മള് ട്രിവാൻഡ്രം ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിനകത്തെ കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു ക്ലോക്കോ അല്ലെങ്കിൽ പുറത്ത് മഴയാണോ വെയിലാണോ എന്ന് പോലും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. അവിടെ എത്ര സമയം ചെലവഴിച്ചാലും എത്ര ഷോപ്പ് ചെയ്താലും നമുക്ക് മതിയാകാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ലുലുവിലെ മാത്രമല്ല, ലോകത്തിലേത് ഇനി